ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു ട്രാവൽ വ്ളോഗാണ്. ഈ ഒരു പാലം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. ഇത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കടലിന് കുറുകെ എന്ന് പറയാൻ വേണമെങ്കിൽ അങ്ങനത്തെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ്, അതായത് കന്യാകുമാരിയിലേക്ക്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞങ്ങൾ നാട്ടിൽ പോയി വന്നിട്ടേ ഉള്ളൂ എന്ന് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയായിരിക്കും, എന്നെ അറിയുന്നവർക്ക് അറിയായിരിക്കും. അപ്പം നാട്ടിൽ പോയ വീഡിയോ കാര്യങ്ങൾ ഇനി കുറച്ചും കൂടെ ഉണ്ട്. നമ്മൾ ഊട്ടിക്ക് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്ന വീഡിയോ ഒക്കെ ഇടാനുണ്ട്. എന്നാൽ പോലും നമുക്കിത് ആദ്യം ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഫോണിൻ്റെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ കുറച്ച് ഇതായതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് ഒഴിവാക്കി വന്നെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നാട്ടിൽ പോയി വന്നുകൊണ്ട് തന്നെ ആദ്യം മസ്റ്റായിട്ട് നമ്മൾ വണ്ടിക്കൊരു സർവീസ് കൊടുത്തു. അതുപോലെ തന്നെ വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അതിനുശേഷമാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ പകുതി മുക്കാൽ സ്ഥലങ്ങളിലും ഈ രണ്ട് സൈഡും താമര പാടമാണ് കേട്ടോ. ആമ്പലല്ല, താമര തന്നെ. ഞാൻ നോക്കിയതാണ്, പക്ഷേ വീഡിയോയിൽ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. പിന്നെ കന്യാകുമാരി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ത്രിവേണി സംഗമം, അതായത് നമ്മുടെ 3 കടലിൽ കൂടിച്ചേരുന്ന ഒരു ഭാഗം, അതാണ് കന്യാകുമാരി എന്ന് പറയുന്നത്. പിന്നെ അവിടെ നമുക്ക് കാണാനുള്ളതെന്ന് പറഞ്ഞാൽ വിവേകാനന്ദ സ്വാമിൻ്റെ ആ റോക്കും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു കവിയായിട്ടുള്ള തിരുവള്ളുവരുടെ പ്രതിമ, 130 അടിയാണ് കേട്ടോ ആ ഒരു പ്രതിമേൻ്റെ ഉയരം. അതൊക്കെയാണ് അവിടെ കാണാനുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് ഉള്ള ഒരു ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു 5 മിനിറ്റത്തെ യാത്രയുള്ളൂ. ഒരു പാലം വെച്ചാൽ തീരുന്ന പ്രശ്നമുള്ളൂ, പക്ഷേ അങ്ങോട്ടേക്ക് പാലമില്ല. ആ ഒരു ബോട്ടിൽ തന്നെ പോകണം. പോയിട്ട് ചെറിയ കപ്പലെല്ലാം അല്ല ബോട്ടെല്ലാം പോകുന്ന ആലോചിച്ചു. പോയിട്ടുള്ളവർക്കറിയായിരിക്കും ആ ഒരു ബോട്ടിൽ പോകുമ്പോഴുള്ളൊരു എക്സ്പീരിയൻസ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കായലിലോ അല്ലെങ്കിൽ പുഴയിലോ ഒക്കെ ബോട്ടിൽ പോയിട്ട് അഥവാ തോണി പോയിട്ടൊക്കെ ഇങ്ങനെ ഒരു കടലിൽ ബോട്ടിൽ പോകുമ്പോൾ അത് എത്രത്തോളം വ്യത്യാസം ഉണ്ടാവുമെന്ന് ഇപ്പോൾ പോയി കഴിയുമ്പോഴേ അറിയുള്ളൂ കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയുള്ള കൂട്ടത്തിലാണ്, അതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എന്താണ്, നമ്മൾ ഈ ദൂരം നോക്കുമ്പോൾ കണ്ട ചെറിയൊരു സംഭവം ഉണ്ടല്ലോ, അതാണ് വിവേകാനന്ദ റോക്ക് കേട്ടോ. ആ ഒരു റോക്ക് എന്ന് പറയുന്നത് നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ ഇത്തിരിയേ ഉള്ളെങ്കിലും അടുത്തെത്തുമ്പോൾ അതിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ അത് പോയി തന്നെ കണ്ടറിയണം. അപ്പോൾ അത്രത്തോളം വലുതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ കാണാനുള്ള തിരുവള്ളുവരുടെ പ്രതിമ, ആ ഒരു തിരുവള്ളുവരുടെ പ്രതിമേൻ്റെ കാലിൻ്റെ ഒരു വിരലിൻ്റെ നഖത്തിൽ ഞാൻ എൻ്റെ കൈ വെച്ച് നോക്കുമ്പോൾ ആ ഒരു നഖത്തിൻ്റെ പകുതി പോലും എത്തിയിട്ടില്ല. അപ്പോൾ ആലോചിച്ച് നോക്കുക, അത്രയും വലുപ്പമുണ്ട് ആ ഒരു പ്രതിമയ്ക്കൊക്കെ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 130 അടി ഉയരമുള്ള ആ ഒരു പ്രതിമേനെയും അതുപോലെ തന്നെ ഈ ഒരു അവിടെ കന്യാകുമാരി അമ്മേൻ്റെ ഒരു അമ്പലം പോലൊരു സംഭവമുണ്ട്, അതും അതുപോലെ തന്നെ ഈ വിവേകാനന്ദ റോക്കിനെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഇപ്പോൾ അവർ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ ഗ്ലാസ് ബ്രിഡ്ജ് പേടിയുള്ളവർക്ക് സൈഡിൽ കൂടെ പോകും. ഞാൻ അങ്ങനെയാണ് പോയത്. എനിക്കൊരു കുറച്ച് പേടിയായിരുന്നു കേട്ടോ. പിന്നെ മോനും ഹസ്ബൻഡൊക്കെ അതിൽ കയറി നടന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് വരെ എനിക്ക് തോന്നുന്നു ശരിക്കും 130 രൂപയ്ക്ക് ഇവിടെ എത്തുന്നത്, ഇത് കാണാൻ പറ്റുന്നത് നല്ലൊരു ലെക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് ഈ ഒരു സംഭവത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ഫീസ്, അതായത് ബോട്ട് കയറുന്നതിനൊക്കെ കൂടിയുള്ള ഒരു ടിക്കറ്റ് 100 രൂപയും അതുപോലെ തന്നെ സ്പെഷ്യലായിട്ട് ടിക്കറ്റ് ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ ആണെങ്കിൽ 300 രൂപയും. എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ ആവശ്യമുണ്ടെന്ന്. കുറച്ച് നേരം ഒന്ന് ക്യൂവിൽ നിന്നാൽ നമുക്ക് 100 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്താലും 300 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്താലും പോകുന്ന സ്ഥലവും അതുപോലെ തന്നെ പോകുന്ന ബോട്ടും എല്ലാം സെയിം ആണ്. അതുകൊണ്ട് 100 രൂപേൻ്റെ ടിക്കറ്റാണ് എനിക്ക് ഒരു ഇതായി തോന്നിയത്. പിന്നെ നമ്മൾ അവിടെ എത്തിയ ശേഷം ഒരു 30 രൂപയും കൂടെ കൊടുത്ത് എക്സ്ട്രാ ഒരു ടിക്കറ്റും കൂടെ എടുക്കണം. അതെനിക്ക് തോന്നുന്നു ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ള ആ ഒരു ഇതെങ്ങാനും ആയിരിക്കണം കേട്ടോ. വെറും ടോട്ടൽ 130 രൂപയ്ക്ക് കാര്യം നടക്കും. അപ്പം ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന ഗ്ലാസ് ബ്രിഡ്ജ്. അതുപോലെ തന്നെ ഇതാണ് കന്യാകുമാരി അമ്മേൻ്റെ ആ ഒരു അമ്പലം എന്ന് പറയുന്നത്. ഞാൻ അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് പോയിട്ടില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നില്ല.
ഓടല്ല ഓടല്ല അവർ പോയി പോട്ടെ. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ 7:45 മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് കേട്ടോ. അപ്പോൾ 4 മണി വരെ ഇങ്ങോട്ട് കടത്തിവിടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ലാസ്റ്റ് സമയത്ത് പോയതുകൊണ്ട് തന്നെ തിരിച്ചെല്ലാവരും പെട്ടെന്ന് ഇറങ്ങുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഒരു ബോട്ട് പോയി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ബോട്ടിങ് അത്ര സേഫായിട്ട് എനിക്ക് തോന്നിയില്ല ഈ പ്രാവശ്യത്തെ. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കറക്റ്റ് സീറ്റിങ്ങും അതുപോലെ തന്നെ നമുക്ക് മറ്റേ സംഭവം ഉണ്ടല്ലോ, നമ്മൾ മുങ്ങിപ്പോയ അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയ ബോട്ടിൻ്റെ അവസ്ഥ ഞാൻ കണ്ണനോട് പറഞ്ഞ് കയറണ്ട, പക്ഷേ കയറാതെ നമുക്ക് വേറെ വഴിയില്ല. നമ്മൾ ഏത് ബോട്ട് കയറിയാലും അവരങ്ങനെ തന്നെയാണ്. സീറ്റിങ്ങും കഴിഞ്ഞ് കുറേ ആൾക്കാർ ഫുള്ള് നിന്നിട്ടൊക്കെയാണ് പോയത്. പക്ഷേ എനിക്കതൊക്കെ കാണുമ്പോൾ ഓരോന്ന് പേടിയാണ് കേട്ടോ. ഓരോന്നൊക്കെ ഓർക്കും ഞാനിങ്ങനെ വേണ്ടാത്തൊക്കെ നെഗറ്റീവേ അടിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനത്തെ പേടിയൊക്കെ ഉള്ളവർക്ക് കുഴപ്പമില്ല, ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയാണ് കേട്ടോ. പിന്നെ ഈ ബോട്ട് പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ബോട്ടാണ് വരുന്നത് കേട്ടോ. അതിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ കണ്ടു നോക്കും കേട്ടോ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവിടെ എത്തിയിട്ട് എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നൊരു സംഭവം ഇതാണ്. കാരണം ഇത്ര ആൾക്കാരെ കുത്തി നിറച്ചാണ് ആ ബോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഉള്ളിലിങ്ങനെ പിടയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഓരോന്നിങ്ങനെ ആലോചിച്ചിട്ടൊക്കെ. അതുപോലെ നമ്മൾ എന്തായാലും സേഫായിട്ട് നമ്മൾ ഇക്കരെ എത്തി. അത് കഴിഞ്ഞ് നമ്മളിപ്പം പോകുന്നത് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സൺസെറ്റ് കാണണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്ഥലത്തു നിന്ന് 1 കിലോമീറ്റർ അങ്ങോട്ടേക്ക് പോകണം, വേറെ സ്ഥലത്തേക്ക് പോകണം, എന്നാലേ സൺസെറ്റ് കാണുള്ളൂ. പക്ഷേ ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ഒരു സൺസെറ്റ് കണ്ടിട്ടില്ല കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഞങ്ങൾ എന്തായാലും പോയ സമയം മുതൽ സൺസെറ്റ് വരെ കുറേ സമയം ഞങ്ങൾ അവിടെ ഇരുന്നു. അത്ര ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല റഷായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെടേണ്ട ഉറപ്പായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന പോലെ നിങ്ങൾ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബൈ. അടുത്തത് നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.